പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് അലക്സ ബ്ലിസ് എന്ന് പറയുന്ന മുൻ ചാമ്പ്യൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചാണ്. അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് കൊടുത്തത് PW ഇൻസൈഡറാണ്. 2 വർഷത്തിൻ്റെ അടുത്തേക്കായി അലക്സ ബ്ലിസ് WWE നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് അലക്സ ബ്ലിസ് ഫാമിലിക്കൊപ്പമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അലക്സ ബ്ലിസിന് നേരിട്ട ചെറിയൊരു ഇഞ്ചുറി പിന്നീട് ഫാമിലിക്കൊപ്പം സമയം ചിലവഴിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതാണ്. താരത്തിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവ് റസൽമേനിയ സീസണോട് അനുബന്ധിച്ച് കാണാൻ സാധിച്ചേക്കാം എന്നുള്ളതാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് റസൽമേനിയ 41 മുൻപ് തന്നെ അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവ് നടക്കുമെന്നാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റസൽമേനിയയിൽ അലക്സ ബ്ലിസിന് മത്സരം ഉണ്ടായേക്കാം. അത് ചാമ്പ്യൻഷിപ്പ് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കാൻ സാധ്യതയുണ്ട്. അലക്സ ബ്ലിസ് തിരികെ വരികയാണെങ്കിൽ വൈറ്റ് സിക്സുമായിട്ടുള്ള ഒരു സ്റ്റോറിയിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം കൂട്ടുകാരുണ്ട്. അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവ് വൈറ്റ് സിക്സിൻ്റെ സ്റ്റോറി ഇൻവോൾവ്മെന്റും കൂടി ഉള്ളതായിരിക്കണമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡ്രൂ മാക്കൻഡയർ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. മുൻ WWE ചാമ്പ്യനായിരുന്ന ഡ്രൂ മാക്കൻഡയർ ഇപ്പോൾ WWE റോ ബ്രാൻഡിൽ നിന്ന് മാറി നിൽക്കുകയാണ്. മാറി നിൽക്കുന്നതിന് മുൻപ് CM Punkമായിട്ടുള്ള ഒരു ലോങ് ടൈം സ്റ്റോറി ചെയ്തുകൊണ്ട് കിഡിലനായിട്ടുള്ള ഒരു ഹെൽ ഇൻ എ സെൽ മത്സരം കളിച്ചുകൊണ്ടാണ് ഡ്രൂ മാക്കൻഡയർ മാറി നിൽക്കാനുള്ള തീരുമാനം എടുത്തത്. മാറി നിൽക്കാൻ 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഡ്രൂ മാക്കൻഡയറിന് ഹെൽ ഇൻ എ സെൽ മത്സരത്തിനിടയിൽ സംഭവിച്ച ഇഞ്ചുറി, തലയ്ക്ക് പറ്റിയ ആ ഒരു പരിക്ക്. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ കുറേയധികം നഷ്ടങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഫാമിലിക്കൊപ്പം നിൽക്കണം എന്നുള്ളൊരു ആ ഒരു സമയമായപ്പോഴും ഡ്രൂ മാക്കൻഡയർ മാറി നിൽക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയായിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഓഫ് കൊടുത്തുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഡ്രൂ മാക്കൻഡയറിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. PW ഇൻസൈഡർ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടും പുറത്തേക്ക് കൊടുത്തത്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ഡ്രൂ മാക്കൻഡയറിനെ തിരികെ കൊണ്ടുവരാനുള്ള ആ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനർത്ഥം ഡ്രൂ മാക്കൻഡയറിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ഏത് എപ്പിസോഡിൽ വേണമെങ്കിലും റോയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സർപ്രൈസ് റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഡ്രൂ മാക്കൻഡയർ ഇപ്പോൾ ഹീലായിട്ട് പക്ക ഒരു ക്യാരക്ടറിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിൻ്റെ ഹീൽ ക്യാരക്ടറിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ അത് സ്റ്റോറി ലൈനുകൾക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു റിട്ടേൺ കൊടുത്താൽ മാത്രമേ ഡ്രൂ മാക്കൻഡയറിൻ്റെ ഭാവി സ്റ്റോറി ലൈൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അതേ ഒരു ഓളത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഡ്രൂ മാക്കൻഡയറിൻ്റെ റിട്ടേൺ ഉടനെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ ആ ഒരു സ്റ്റോറി ആർക്കെതിരെ കാണണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് WWE 2025 റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഓൺലൈൻ സ്ട്രീമിംഗ് വെബ്സൈറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലേക്ക് റോ എപ്പിസോഡ് മാറുന്നതിന് മുൻപ് ഒരു ഗ്രാൻഡ് ഇവൻറ്റ് അടുത്ത ആഴ്ച നടത്താൻ പോകുന്നുണ്ട്. അതിൽ റോ ബ്രാൻഡിൽ നിന്നുള്ള സൂപ്പർ സ്റ്റാർസ് മാത്രമല്ല WWE നിലവിൽ ആക്റ്റീവായിട്ടുള്ള എല്ലാ ടോപ്പ് റെസ്ലേഴ്സിനെയും അവർ കൊണ്ടുവരുന്നുണ്ട്. അതിൽ കൺഫേം ആയിട്ടുള്ള കുറച്ച് റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സ്, നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ, ദി ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ, അതായത് സോളോ സിക്കോവയുടെ ബ്ലഡ് ലൈൻ ആയാലും റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈൻ ആയാലും ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ ഒന്നടങ്കം അപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ്. WWE തന്നെയാണ് ഈ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ലൈനിൻ്റെ ഒക്കെ ഒരു ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല സെഗ്മെൻറ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സിലേക്ക് റോ വരുന്നതിന് മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക, മാക്സിമം ഹൈപ്പ് കൊടുക്കുക. അപ്പോൾ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള കുറേയധികം സംഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഒരു വമ്പൻ ഇവൻറ്റ്, ഒരു ഗ്രാൻഡ് ഇവൻറ്റ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് WWE ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആരും മിസ്സാക്കരുത്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. എന്തായാലും ഈ ഒരു ആഴ്ച സർവൈവർ സീരീസ് വാർ ഗെയിംസ് ആണ്. കിടനായിട്ടുള്ള സ്റ്റോറിയും കിടനായിട്ടുള്ള റിട്ടേണുകളും കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.